വി ആർ ക്യാരിയിങ് അതേഴ്സ് ബേർഡൻസ്. മറ്റുള്ളവരുടെ ഭാരങ്ങളാണ് പലപ്പോഴും നമ്മൾ ഈ ചുമക്കുന്നത്. പക്ഷേ ഇത് ചുമക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വി ആർ ക്യാരിയിങ് അവർ ഓൺ ബേർഡൻസ്. ഞങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടം പോലെ ചുമട് ഞങ്ങളുടെ തലയിൽ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുമടുകൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചുമടുകൾ അല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒത്തിരി ഭാരങ്ങളുണ്ട്. ഈ ഭാരങ്ങൾ ഞങ്ങൾ ചുമക്കുന്നതിനോടൊപ്പം തന്നെയാണ് നിങ്ങളുടെയും ഭാരം ചുമക്കുന്നത്. അതും കൂടെ ഓർക്കണം. പലപ്പോഴും നിങ്ങളെല്ലാം നിങ്ങളുടെ ഭാരം എന്ത് ചെയ്യും, വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഭാരം ഇറക്കി വയ്ക്കാനൊരു ചുമട് താങ്ങിയ. അപ്പോൾ ഈ എല്ലാവരുടെയും സങ്കടങ്ങളും ചുമടുകളും ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ ചുമട് താങ്ങിയാണ് പാസ്റ്റർ. പക്ഷെ എൻ്റെ ചോദ്യം, ഈ മനുഷ്യർക്കും ചുമടുകളില്ലേ? ഇല്ലേ? പ്രത്യേകിച്ച് എനിക്കിപ്പോൾ എത്രയോ പാസ്റ്റർ ഫ്രണ്ട്സുണ്ട്, എത്രയോ സുഹൃത്തുക്കൾ എൻ്റെ പാസ്റ്റേഴ്സാണ്. അവരോടൊക്കെ ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പം നിങ്ങൾക്കൊക്കെ ഉള്ളതിനേക്കാളും എത്രയോ മടങ്ങാണ് അവരുടെ ഭാരം. പല പാസ്റ്റർമാരുടെയും മക്കൾ ദൈവവഴിയിലില്ല. എന്താണെന്നറിയാം, അവർ കുഞ്ഞിലേ ഈ പറഞ്ഞ സൺഡേ സ്കൂളിലും പാട്ട് പാടാനും ഡ്രം അടിക്കാനും കീബോർഡ് വായിക്കാനും ഒക്കെ നിന്നതാണ്. പക്ഷേ ഇപ്പം വിശ്വാസത്തിലേ ഇല്ല. നിങ്ങൾക്കറിയാമോ, എത്രയെങ്കിലും സീനിയർ പാസ്റ്റേഴ്സിൻ്റെ മക്കൾ ഇന്ന് വിശ്വാസത്തിലെ ഈ സമയത്തില്ല. പക്ഷേ അവരെന്നും അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ദിവസം കർത്താവ് അവരെ എന്ത് ചെയ്യും, അവരെ മടക്കിക്കൊണ്ടുവരും, ഉറപ്പാണ്. കാര്യം അത് ആ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ നീതിയാണ്. കാരണം ആ കുടുംബം കർത്താവിന് വേണ്ടി ചെയ്തത് അല്ലേ, അത് മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് കർത്താവ് അവരെ മടക്കി കൊണ്ടുവരും. ഞാനത് പറഞ്ഞാണ് എപ്പോഴും ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തുമാത്രം വേദനയും എന്തുമാത്രം ചുമടാണ് അവർ വഹിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് നിങ്ങളുടെ ഭാരവും കൂടെ വഹിക്കുന്നതെന്നുള്ള ഓർമ്മ.